Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. മനസ്സ് നിറയെ മാംഗല്യം, മനസ്സ് നിറയെ വാത്സല്യം, മനസ്സിലുണ്ടൊരു മന്ത്രകോടി, മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ പ്രവർത്തനങ്ങളിലൂടെ മാതൃകയായി പ്രമുഖ വ്യവസായി ഡോക്ടർ വർഗീസ് മൂലൻ അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെയും സെന്റ് മേരീസ് LP സ്കൂളിലെയും കുട്ടികൾക്കായി സ്കൂൾ ബസ് സംഭാവനയായി നൽകി. വർഗീസ് മൂലൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു സംഭാവന. വിദ്യാലയങ്ങളുടെ അഭിവൃദ്ധിക്കായി പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു പ്രചോദനമായി ഡോക്ടർ വർഗീസ് മൂലന്റെ സഹായഹസ്തം. സാമൂഹ്യ പ്രതിബദ്ധതയിലൂന്നിയ മാതൃകാ പ്രവർത്തനങ്ങളുമായി ശ്രദ്ധേയനാവുകയാണ് പ്രമുഖ വ്യവസായിയും എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമൊക്കെയായ ഡോക്ടർ വർഗീസ് മൂലൻ. ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഡോക്ടർ വർഗീസ് മൂലന്റെ നേതൃത്വത്തിലുള്ള വർഗീസ് മൂലൻ ഫൗണ്ടേഷൻ നടത്തിവരുന്നത്. സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് തൊഴിൽ തേടി ഗൾഫ് നാട്ടിലേക്ക് പോയ വർഗീസ് മൂലൻ 1984 വ്യാപാര വ്യവസായ രംഗത്തേക്ക് കടക്കുന്നത്. അന്നു മുതൽ ഇന്നേ വരെ തനിക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി നീക്കിവച്ചു വരികയാണ് ഡോക്ടർ വർഗീസ് മൂലൻ. ഒരു സാധാരണ കാർഷിക കുടുംബത്തിലെ കർഷക പുത്രനായിട്ട് ജനിച്ച് ഒരു ജോലിക്ക് വേണ്ടി 81 സൗദി അറേബ്യയിൽ പോയി അവിടെ 84 വർഷം ജോലി ചെയ്ത് ഖാലിദ് സൗദ് അൽസാലെ എന്ന എൻ്റെ സ്പോൺസറിന്റെ കീഴിൽ ജോലി ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, എനിക്കൊരു ജോലി ചെയ്താൽ കൊള്ളാണ്, ബിസിനസ് ചെയ്താൽ കൊള്ളാണ്. അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഓക്കെ, അതിന് എല്ലാ ഇൻവെസ്റ്റ്മെന്റും അദ്ദേഹം ചെയ്യാം. കാരണം 4 വർഷം അദ്ദേഹത്തിനെ കൂടി ജോലി ചെയ്തതുകൊണ്ട് അവർ പക്ഷേ എന്നിലൊരു വിശ്വാസം തോന്നി കാണണം. അങ്ങനെ നമ്മൾ ആലോചിച്ചിരിക്കും, അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 84 ഡിസംബറിൽ വിജയ് ജനിക്കുന്നത്. അത് കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ വിജയ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞ സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഖാലിദ് സൗദ് അൽസാലയുടെ അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഞാനും ഞാൻ ജോലി ചെയ്ത കുറച്ച് ശമ്പളവും അതിൽ ഉൾപ്പെടുത്തി അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റ്, ഒരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് സൗദിയിൽ തുടങ്ങാൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ വിജയ് ബ്രാൻഡിൽ, അത് ബ്രാൻഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയ്, എൻ്റെ വർഗീസും ഭാര്യയുടെ പേര് ജയ് എന്നാണ്, വിജയ്. അങ്ങനെയാണ് ആദ്യത്തെ ബ്രാൻഡ് ഇത് ചെയ്തത്. അങ്ങനെ അവിടെ തന്നെ സൗദിയിൽ തന്നെ സാധനങ്ങൾ വാങ്ങി, ഫിലിപ്പീൻ, തായ്ലൻഡ്, ഇന്ത്യൻ ഫുഡ് പ്രോഡക്ട്സ്, സ്പൈസസ് അവിടെ തന്നെ വാങ്ങി പാക്ക് ചെയ്ത് ഒരു വണ്ടി, അവൻ സൗദി അറേബ്യ ഖാലിദ് തന്ന വണ്ടി കൊണ്ട്, ഒരു വാൻ കൊണ്ട് ഞാൻ എൻ്റെ വണ്ടികളെല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് രാത്രിയും പകലുമില്ലാതെ ഉള്ളവരാണ്. ആദ്യം ഞാൻ തന്നെ ജോലി ചെയ്തു. പിന്നെ 1-2 പേര് അവിടെ തന്നെ സൗദിയുടെ അവർ കീഴിലുള്ള 1-2 പേര് എനിക്ക് വിട്ടു തന്നു. അങ്ങനെ ഞങ്ങൾ 2-3 പേര് കൂടി നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തു. 87 അങ്ങനെ കൂടുതൽ ഓർഡറുകളൊക്കെ ഇന്ത്യയിൽ നിന്നും. വർഗീസ് മൂലൻ ഫൗണ്ടേഷന്റെ മറ്റൊരു സാമൂഹ്യ പ്രതിബദ്ധതാ പ്രവർത്തനത്തിനാണ് കഴിഞ്ഞ ദിവസം അങ്കമാലി കിഴക്കേപ്പള്ളി വേദിയായത്. വർഗീസ് മൂലന്റെ മാതൃവിദ്യാലയമായ അങ്കമാലി സെന്റ് ജോസഫ് ഹൈസ്കൂളിലെയും തൊട്ടടുത്തുള്ള സെന്റ് മേരീസ് LP സ്കൂളിലെയും കുട്ടികൾക്ക് ഒരു സ്കൂൾ ബസ് അങ്ങനെ സ്വന്തമായി. വിദ്യാലയങ്ങളുടെ ഗതകാല പ്രൗഢി വീണ്ടെടുക്കാനുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും പൊതുസമൂഹത്തിന്റെയും പരിശ്രമത്തിന് വർഗീസ് മൂലൻ ഫൗണ്ടേഷന്റെ സഹായം വലിയ പ്രോത്സാഹനമായി. മകൻ വിജയ് മൂലന്റെ ജന്മദിനത്തിലാണ് ഡോക്ടർ വർഗീസ് മൂലൻ വിദ്യാലയങ്ങൾക്ക് സ്കൂൾ ബസ് നൽകിയത് എന്നതും ചടങ്ങിന് മാറ്റുകൂട്ടി. കിഴക്കേപ്പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ അധികൃതർ വാഹനത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി. റോജി M. ജോൺ MLA യോഗത്തിൽ മുഖ്യാതിഥിയായിരുന്നു.
കഠിന പ്രയത്നത്തിലൂടെ വളർന്നുവന്ന ഡോക്ടർ വർഗീസ് മൂലൻ തന്റെ അധ്വാനത്തിന്റെ ഫലം നാടിനും നാട്ടുകാർക്കും വേണ്ടി പങ്കുവച്ച് മാതൃകയാവുകയാണെന്ന് റോജി എം ജോൺ MLA പറഞ്ഞു. വളരെയേറെ സന്തോഷം ഈ ചടങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. ഇവിടെ പറഞ്ഞതുപോലെ വർഗീസ് ചേട്ടൻ അങ്കമാലിക്കാർക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. ഞങ്ങൾ അയൽവക്കക്കാരും കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഈ നാളുകളിലൊക്കെ ഏറ്റവും അടുത്ത് നോക്കിക്കാണുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെയേറെ സന്തോഷം. വളരെ എളിയ രീതിയിൽ ആരംഭിച്ച് കഠിന പ്രയത്നത്തിലൂടെ തൻ്റെ സ്വയം പരിശ്രമത്തിലൂടെ ഇന്ന് കാണുന്ന നിലയിലേക്ക് ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ് ഡോക്ടർ വർഗീസ് മൂലൻ. അപ്പോൾ അദ്ദേഹം ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യാറുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹം അതിൻ്റെ ഒരു വിഹിതം നാടിനും അതുപോലെ നമ്മുടെ ഇടവഴിക്കും ഒക്കെ മാറ്റിവെക്കുവാനായിട്ട് അദ്ദേഹം എപ്പോഴും തയ്യാറാവുന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ വിജയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. വിജയ്ക്ക് ജന്മദിനത്തിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ഇനിയും വർഗീസ് ചേട്ടനും വിജയ്ക്കും കുടുംബത്തിനും ഒക്കെ ഒത്തിരി ഉയർച്ച ഉണ്ടാവട്ടെ, വളർച്ച ഉണ്ടാവട്ടെ ബിസിനസ് രംഗത്തൊക്കെ. സ്കൂൾ മാനേജരും ബസലിക്ക റക്ടറുമായ ഫാദർ ലൂക്കോസ് കുന്നത്തൂർ ആശീർവാദ കർമ്മം നടത്തി. സഹവികാരി ഫാദർ ജെൻസ് പാലച്ചുവട്ടിൽ, നഗരസഭാ കൗൺസിലർ ബാസ്റ്റിൻ ഡി പാറയ്ക്കൽ, സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മിസ്ട്രസ് ജെവി മോൾ, സെബി വർഗീസ് മൂലനും കുടുംബാംഗങ്ങളും, സ്കൂൾ അധ്യാപകർ, PTA ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.